കൂടുതൽ ടെക്നോളജി വാർത്തകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഫ്രണ്ട്സ്, ഒരു ഇമേജിന് എങ്ങനെ മോഷൻ നൽകാം എന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അതായത് ആദ്യം ആപ്ലിക്കേഷൻ തുറക്കുക, എന്നിട്ട് ഫോട്ടോ ആഡ് ചെയ്യാനായിട്ട് സൈഡിലെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ന്യൂ മെമ്മറി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഗ്യാലറിയിൽ നിന്ന് നമുക്ക് ഇമേജ് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സൂം ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇമേജ് ആവശ്യമുള്ള രീതിയിൽ സൂം ചെയ്യാവുന്നതാണ്. എന്നിട്ട് സീക്വൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ കാണുന്ന ആരോസ് ഇടുക. അതായത് നമ്മൾ ഈ ആരോസ് ഇടുന്ന ഡയറക്ഷനിലാണ് ഇമേജിന് മോഷൻ കിട്ടുന്നത്. നമുക്ക് എവിടെയൊക്കെയാണോ മോഷൻ വേണ്ടത് അവിടെയെല്ലാം നമ്മൾ ആരോ ഇടുക. ഇത് കുറച്ച് ഏറെ മോഷൻ നൽകാനുള്ള ഏറെ സ്ഥലമുള്ളതുകൊണ്ട് കുറച്ച് സമയം എടുക്കുന്നു. നമ്മൾ ആരോസ് ഏകദേശം ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ സ്റ്റെബിലൈസ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എവിടെയൊക്കെയാണോ നമ്മൾക്ക് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താനുള്ളത് അവിടെയെല്ലാം നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതെന്തിനാണെന്ന് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആരോ ഭാഗമല്ലാതെ ചിലപ്പോൾ മോഷന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെറുതെ ഡോട്ടിട്ട് കൊടുക്കുന്നത്. അതായത് ഈ ഡോട്ടിന് പുറത്തേക്കുള്ള ഭാഗമൊന്നും പിന്നെ മോഷൻ ഉണ്ടാവുകയില്ല. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ഈ ചുമന്ന ഡോട്ട് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുന്നത്.
ഈ ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വേണ്ടവർക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഭാഗം ഏകദേശം മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കത് സേവ് ചെയ്യാം. ഇങ്ങനെ എറർ വന്നാലും നമ്മൾ അതിനകത്ത് ഈ കാണുന്ന ഭാഗം അത് കുറച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്താൽ മതി. എന്നിട്ട് സേവ് ചെയ്യാം. സേവ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. അത് ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് മോഷൻ നൽകി നോക്കാം. കണ്ടില്ലേ എത്ര മനോഹരമായിട്ടാണ് അത് മോഷൻ നൽകുന്നത്. നമുക്കിതിൻ്റെ സ്പീഡ് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഞാൻ കാണിക്കാൻ മറന്നു പോയതാണ്. ഇത് ആവശ്യമുള്ള സ്പീഡ് ക്രമീകരിച്ചിട്ടാണ് സേവ് ചെയ്യേണ്ടത്. നമുക്ക് ഗാലറിയിൽ പോയി നോക്കാം. ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഗുഡ് ബൈ.